ഹായ്. സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ, മൂഡ് സ്വിങ്സ്, അതുപോലെ ജോയിന്റ് പെയിൻസ്, ഉറക്കക്കുറവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമെന്ന് കേട്ടു. ഇതൊക്കെ ശരിയാണെന്ന് നോക്കിയാലോ? അതിനു മുമ്പ് നമ്മുടെ സൺസ്ക്രീനും വൈറ്റമിൻ ഡിയും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അതെന്താന്ന് നോക്കാം. നമ്മൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നത് പൊതുവെ സൺലൈറ്റിൽ നിന്നുള്ള യു വി റേസിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഈ യു വി റേസ് രണ്ട് ടൈപ്പിലാണ് മെയിനായിട്ട് ഉള്ളത്. യു വി എയും യു വി ബിയും. യു വി എ വളരെ ഡേഞ്ചറാണ്. നമ്മുടെ സ്കിന്നിൽ സൺബേൺ, സൺടാൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ഡേഞ്ചർ ആയുള്ള ഒരു സംഭവമാണ് യു വി എ. അതുപോലെ തന്നെ യു വി ബിയും ഡേഞ്ചറാണ്. പക്ഷേ യു വി ബിനെ കൊണ്ട് ചെറിയൊരു ഉപകാരമുണ്ട്. നമ്മുടെ ബോഡിയിൽ നോർമലി വൈറ്റമിൻ ഡി സിന്തസിസ് ചെയ്യാനും വൈറ്റമിൻ ഡി നോർമലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ, മെയിൻ ഫാക്ടർ യു വി ബി ആണ്. അപ്പോൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്ത ഈ യു വി ബി നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത് കുറച്ച് കുറയും. പക്ഷെ അതിനൊരു വഴിയുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇന്നും കൂടുതലായിട്ട്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ്. എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ്, അതുപോലെ മുടി കൊഴിച്ചിൽ, ജോയിന്റ് പെയിൻ, മസിൽ പെയിൻസ്, ഡിപ്രഷൻ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ കണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും വൈറ്റമിൻ ഡി കുറവാണെന്ന് കാണുന്നത്. ഈ പ്രശ്നത്തിന്റെ കാരണങ്ങൾ നോക്കിയാൽ അതിലൊരു കാരണം നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡിന്റെ കുഴപ്പമാണ്. നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓയിൽ ഫുഡ്സും ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള വൈറ്റമിൻ ഡി തരില്ല. നമ്മൾ നല്ല രീതിയിലൊരു ഡയറ്റ് പ്ലാനിൽ കൂടെ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. അത്തരത്തിൽ വൈറ്റമിൻ ഡി റിച്ച് ആയുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത് ഫിഷ് വൈറ്റമിൻ ഡിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ സാൽമൺ, ടൂണ പോലെ ഫിഷുകളൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ല രീതിയിൽ വൈറ്റമിൻ ഡി കണ്ടൻസ് ഉള്ള ഫുഡുകളാണ്. അതുപോലെ ഫിഷ് ലിവർ ഓയിൽ, ബീഫ് ലിവർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഓട്സ്, നട്ട്സ്, യോഗട്സ് പോലെ ഫുഡുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊരു ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്സ് നമുക്ക് കാണും. ഇത് മൈക്രോ ന്യൂട്രിയൻസ് ആഡഡ് ആയുള്ള ഫുഡുകളാണ്. ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മഷ്റൂംസ്, വൈറ്റമിൻ ഡിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് മഷ്റൂംസ്. ഇത്തരത്തിലുള്ള ഫുഡുകൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞവർക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കാനും അതുപോലെ വൈറ്റമിൻ ഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ് സൺലൈറ്റ്. സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ യു വി ബി റേസ് ബോഡിയിലേക്ക് വരുന്നത് കുറച്ച് കുറയാനും അങ്ങനെ വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ ഒന്ന് കുറയാനും അത് കാരണവും. അതിനൊരു പരിഹാരം രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷമുള്ള വെയിൽ സൺസ്ക്രീൻസ് ഉപയോഗിക്കാതെ കൊള്ളുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും വൈറ്റമിൻ ഡി കുറവുള്ളവരൊക്കെ ഈ നേരങ്ങളിൽ വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മൾട്ടി വൈറ്റമിൻ സപ്ലിമെന്റ്സ് എല്ലാം കഴിക്കുന്നവർ പ്രോപ്പറായിട്ട് വൈറ്റമിൻസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കണം. കാരണം ഇത്തരത്തിലുള്ള വൈറ്റമിൻസ്, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി പോലുള്ളവർക്ക് കൂടി കഴിഞ്ഞാലും പലതരത്തിലുള്ള കിഡ്നി പ്രോബ്ലംസ്, ഡീഹൈഡ്രേഷൻ, തലകറക്കം, ഛർദി, ക്ഷീണം പോലുള്ളവയൊക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് പ്രോപ്പറായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് എല്ലാം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സൺസ്ക്രീൻസും വൈറ്റമിൻ ഡിയും തമ്മിലുള്ള ബന്ധം ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെടുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.